കുറേ നാൾക്ക് ശേഷം ലോങ് ട്രിപ്പ്, അതും ഗോവയിലേക്ക്. ഞാനും അഭിയും കൂടെ ഒരു ട്രിപ്പ് വന്നേ ഗോവയിലേക്ക്. അതെ, ഞങ്ങൾ ആരും കാണാത്ത കുറേ സ്ഥലങ്ങളാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മളത് ഒരു വണ്ടിയൊക്കെ എടുത്താണ് കറങ്ങുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ വരെ എങ്ങനെ വന്നു എന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാം. അങ്ങനെ നമ്മുടെ ഗോവൻ ട്രിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് പോകുന്ന കോച്ച് S2ലാണ് നമ്മൾ പോകുന്നത്. S2 ഇവിടെ നിർത്തുന്നേ? S2 ഇവിടെ നിർത്തും. ഇവിടെ നിർത്തും അല്ലേ? പഴയതാന്ന് തോന്നല്ലോ. സെപ്റ്റിക്കാവോ ബ്രോ? അങ്ങനെ നമ്മുടെ ഗോവ ട്രിപ്പ് സ്റ്റാർട്ടായി അല്ലേ? യെസ് ബ്രോ. ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട്. നമ്മളിപ്പോൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ട്രെയിനിൽ നിന്ന് ഫുഡ് വാങ്ങാൻ നമ്മൾ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. നാളെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വരാൻ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആളെ ഇതുവരെ കാണുന്നില്ല. എവിടെ ആള് വന്നിട്ടുണ്ട് ഫുഡായിട്ട്. ഞാനൊന്ന് പേടിച്ചു ഇത് സാധനം കിട്ടുമെന്ന്. ഞാനൊന്ന് പേടിച്ചു. ലേറ്റ് ആയി. ഇതാ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങി ഫുഡ്. ആപ്പിന്റെ പേരെന്തോ? ആപ്പാണോ അതോ എന്തോ ഒരു ടീമാണ്. ആപ്പ് ഏതാന്ന് എനിക്ക് അറിയത്തില്ല. അതെ, നമ്മൾ ബുക്ക് ചെയ്ത ഫുഡ് നമ്മൾ ഏത് കോച്ചാന്ന് പറഞ്ഞാൽ മതി, അവരവിടെ കൊണ്ടുതരും. നേരത്തെ പേ ചെയ്യണം. ഇതാ നമ്മുടെ ഇന്നത്തെ ഫുഡ്. ചപ്പാത്തി, പനീർ, പിന്നെന്തായിരുന്നു? പനീർ ബട്ടർ മസാല, ചില്ലി ഗോബി. നമുക്ക് വെജിറ്റേറിയൻ ഫുഡാണ്. ട്രെയിനിൽ അല്ലാത്തതുകൊണ്ട് വയറിളകില്ലായിരുന്നു. അതെ അതെ, കഴിച്ചിട്ട് ഇനി കിടന്ന് ഉറങ്ങട്ടെ. ഗുഡ് മോർണിംഗ്. ട്രെയിനിലെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ 6:45 എണീറ്റ് അപ്പം ഈ ചായ കുടിച്ചിട്ടുണ്ട്. ചായ എങ്ങനെയുണ്ട്? ചായ കുഴപ്പമൊന്നുമില്ല. ടീ ബാഗ് ചായ. അതുകൊണ്ട് വിശ്വസിക്കാം. ഇല്ല, ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് എണീറ്റു. ഞാൻ പിന്നെ ഓരോ സ്റ്റോപ്പ് പോകുമ്പോൾ ഞാൻ എണീക്കുക. ഉറക്കമൊക്കെ എണീറ്റ് ഫ്രഷ് ആകാൻ വേണ്ടി ഇങ്ങോട്ട് അമ്മയെ ഉറപ്പിക്കല്ലേ. ഞാൻ ഏറ്റവും കൂടുതൽ ദൂരം പോലുള്ള ഗുരുവായൂർ വരെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് ഒരു ഓവർനൈറ്റ് സ്റ്റേ ചെയ്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ഉള്ളായിരുന്നു, ആൾക്കാർ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ സെറ്റായിരുന്നു. ഉറങ്ങാനൊക്കെ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കൊങ്കൺ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ വന്ന ടണലില്ലേ, അതുകൊണ്ട് ആ കാണുന്ന മല തുരന്നാണ് ഉണ്ടാക്കി. അയ്യോ, നമ്മുടെ നാട്ടിലെ പോലെ അത്ര ഡെവലപ്പൊന്നും ആയിട്ടില്ല ഈ സ്ഥലമൊന്നും. എല്ലാം കോട. സൂര്യനുദിച്ച് വരുന്നേ ഉള്ളേ. ഈയിടെ ഒരു അപകടം നടന്നില്ല ഗംഗാവലി പുഴയുടെ തീരത്ത്. അത് ഇവിടെ
നമ്മളങ്ങനെ കണകോണ സ്റ്റേഷനിലെത്തി. കണകോണ കണകോണ നമ്മൾ മഡ്ഗോവൻ സ്റ്റേഷനിലെത്തി അല്ലേ? മഡ്ഗോവൻ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ സൗത്ത് ഗോവയിൽ ഒരു Airbnb ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് പോകണം. ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചില്ലായിരുന്നു. അപ്പം ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം ഇവിടെ എന്താ ഉള്ളത്. ഗോവ എന്നിട്ട് ഗോവൻ ഫുഡ് ട്രൈ ചെയ്യാൻ കയറിയത്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ളൊരു കടയാണ്. അബി പാവ് ബജിയും വാങ്ങി, ഞാൻ പ്ലെയിൻ ദോശയും വാങ്ങി. എങ്ങനെയുണ്ട് നോക്കണം കഴിച്ച്. ഗോവൻ ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. ഗോവൻ ദോശ. അതെ, ഗോവൻ ദോശ. ഇവിടെ ദോശ ഒന്നും കഴിക്കില്ല ദൈവത്തെ. ഈ പാവ് ബജി ഇത് ഒറിജിനൽ അല്ലല്ലോ, ഇത് ലോക്കൽ പാവ് ബജിയാണ്. അപ്പം നമുക്ക് വേറെ എവിടെയെങ്കിലും കഴിക്കാം. ഇപ്പോൾ ദോശ കഴിക്കാം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർ നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. ടാക്സി വേണോ, റെൻ്റേ കാർ വേണോ, റെൻ്റേ ബൈക്ക് വേണോ എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ ഓൾറെഡി അവിടെ Airbnb ഉള്ള ചേട്ടൻ അവിടെ നമുക്ക് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് അവിടെ പോയിട്ട് വണ്ടി നോക്കി വാങ്ങാം. നമ്മൾ ആൾക്കാർ പറ്റിക്കത്തില്ലല്ലോ. അപ്പോൾ ഇനി അതിൻ്റെ പരിപാടി നോക്കാം. ഇതാണ് ഓട്ടോ സ്റ്റാൻഡ്. നമ്മുടെ ലൊക്കേഷൻ എവിടാ? സൗത്ത് ഗോവയിൽ ആ ലൊക്കേഷൻ കാണിച്ചു നോക്കാം. അറിയാം, വേറെ വെക്കുന്നുണ്ടല്ല. ഇവിടെ ഒരു ഓട്ടോ എടുത്തിട്ട് ഇവർക്ക് സ്ഥലം പോലും അറിയത്തില്ല. വഴിയൊക്കെ ചോദിച്ചു പറഞ്ഞൊക്കെ പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. പുള്ളിക്ക് വഴി പോലും അറിയത്തില്ല. നമ്മൾ പോകുന്ന Airbnb സ്ഥലം പറയുമ്പോൾ അവരങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് എങ്ങനെ പോകുന്നത്. അതെ, 300 രൂപയാണ് പറഞ്ഞത് ആദ്യം ഒരാൾ. ആ ശരി, കത്തിയല്ല. അപ്പം 350 ഈ പുള്ളി. എന്നിട്ട് അവസാനം 300 രൂപ തന്നെ സെറ്റാക്കി. അമ്പലം അറിയാം അവിടെ ചെല്ലുമെന്ന്. അത് നമ്മളവിടുത്തെ ഓട്ടോ പോലെ ഈ ഓട്ടോ കുറേ സ്ഥലമൊന്നുമില്ല. ഏഴിലല്ല വയ്ക്കുന്നത്. കർട്ടനൊക്കെ ഉണ്ട്. വൺ സിസ്റ്റം ഒക്കെ എന്താ വേണം. ചേട്ടൻ പറഞ്ഞിരിക്കോ നമ്മളിവിടെ വാങ്ങിയത് നടക്കത്തില്ല. ഇവിടെ നമ്മൾ ഇനിയുള്ള കുറച്ച് ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്നത് മൈസൺ കോസ്റ്റൽ പാരഡൈസ്. ഇതൊരു Airbnb അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഒരാഴ്ചത്തേക്ക് അത് റെൻറ്റിനെടുത്തേക്കുക. നമ്മുടെ ഐഡൻറ്റിറ്റി ഒക്കെ വെരിഫൈ ചെയ്യണം. ഇവിടെ നമ്മൾ ഐഡൻറ്റിറ്റിയുടെ ഒരു കോപ്പി എടുക്കണം. ഇപ്പോൾ ആധാറിൻ്റെ കോപ്പി. സ്ഥലം കൊള്ളാം അല്ലേ? നൈസ്. അതെ, ഇനി നമ്മൾ ഇതും കൊണ്ട് അങ്ങ് ചെല്ലണം. അവിടെ വന്നതല്ലേ? അവിടെ സീ ബ്ലോക്ക് കൊണ്ടുപോകാം. ഇത് വെച്ചിട്ട് വേണം നമുക്ക് പോയി റെൻ്റേ ബൈക്ക് എടുക്കാൻ. ഇവിടെ വരുമ്പോൾ ഹോട്ടലിനേക്കാൾ നല്ല Airbnb എടുക്കുന്നത്. Airbnb എടുത്തു കഴിഞ്ഞാൽ റേറ്റും കുറവായിരിക്കും, സെക്യൂർ ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ എടുത്തേക്കുന്നതിനകത്ത് പൂളുണ്ട്. നോക്കാം. ഇവിടെ പൂളുണ്ട്. അപ്പം രാവിലെ 7 തൊട്ട് എത്ര മണി വരെ ആയിരുന്നു? രാവിലെ 7 തൊട്ട് വൈകിട്ട് 7 വരെ. സ്വിമ്മിങ് കോസ്റ്റ്യൂം ഇട്ട് മാത്രമേ അതിനകത്ത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധയിൽ വേണം. അതെ, ഇഷ്ടം പോലെ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ട്. അത് A ബ്ലോക്ക്, ഇത് B ബ്ലോക്ക്. നമ്മുടെ C-യാ. ഇനി C-യിൽ നമ്മുടെ റൂം കണ്ടുപിടിക്കണം. റൂം CI3. അങ്ങനെ ഇനി കിടന്നൊന്ന് ഉറങ്ങണം. ട്രെയിനിലോ ഉറങ്ങിയില്ല. ഉറങ്ങിയിട്ട് കറങ്ങാൻ പോകാം ബ്രോ. ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. ആദ്യം പോയി ബൈക്ക് എടുക്കണം. അതായത് ഒരു നല്ല ടവലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു ബെഡും ടോയ്ലറ്റ് ഉണ്ട് അവിടെ. ടോയ്ലറ്റ്, വാഷിംഗ് മെഷീൻ, ഷവർ ഏരിയ ഉണ്ട്. നല്ലൊരു ടോയ്ലറ്റ് ഉണ്ട്. കുക്ക് ചെയ്യാൻ സാധനങ്ങളുണ്ട്. കെറ്റിലുണ്ട്, ഓവനുണ്ട്, വാഷ് ചെയ്യാൻ സ്ഥലമുണ്ട്, ഫ്രിഡ്ജുണ്ട്, എല്ലാം ഉണ്ട്. ബാൽക്കണി സെറ്റപ്പ്. അപ്പം ഇനി ഒരാഴ്ച ഇവിടെ സ്റ്റേ ചെയ്ത് ഗോവ എല്ലാം ഒന്ന് കറങ്ങണം. നമുക്കിനി ബൈക്ക് എടുത്തിട്ട് നമുക്ക് മാഗിയും സ്പൂൺതൊക്കെ വാങ്ങിച്ചു. അതെ അതെ അതെ, ആൾക്കാർ കാണാത്ത സ്ഥലങ്ങളിൽ പോകണം. ഈ ഗോവ വന്നിട്ട് എല്ലാവരും കണ്ട സ്ഥലങ്ങൾ പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്കിനി കാണാത്ത സ്ഥലങ്ങൾ കാണണം. സൗത്ത് ഗോവയിലെ ഗ്രാമങ്ങളും അമ്പലങ്ങളും പള്ളി എല്ലാം പോകാം.
അപ്പോൾ നമുക്കിനി റെൻ്റ് ബൈക്ക് എടുത്തിട്ട് വരാം. റെൻ്റ് ബൈക്ക് എടുക്കാൻ വേണ്ടി സെൽഫ് ഡ്രൈവ് കാർ ഫോർ റെൻറ്റ് ഇവിടെ വന്നതാണ്. ഇവിടെ കുറേ വണ്ടി ഇരിപ്പുണ്ടില്ലേ, നല്ല വണ്ടിയല്ല നോക്കി എടുക്കണം. ചടാക്ക് പോലെ നിന്ന് കഴിഞ്ഞാൽ വഴി കിടക്കും. നല്ല നോക്കി എടുക്കണം. ഇവിടെ നല്ല നോക്കി എടുക്കണം അല്ലേ? ജിയോ ഒന്നും വേണ്ട. ഇതെല്ലാം മാട്ട വണ്ടിയാണല്ലേ. പുള്ളിയോട് ആക്റ്റീവ 5G എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി വണ്ടി റെഡിയാക്കുന്നുണ്ട്. 5G ഏത് കാണും? നല്ല ഏതാ? നല്ല ഉണ്ട്. മലയാളം അറിയോ? മലയാളി അറിയോ, തമിഴ് പേசுறீங்களே, തെലുങ്ക് വച്ചുണ്ട്, കന്നഡ. നല്ല വണ്ടി വേണം. നല്ല വണ്ടി ഹെൽമെറ്റ് ഉണ്ട് ഇവിടെ. ഒന്നുകൂടെ വേണം. വൺ മോർ ഹെൽമെറ്റ്. നോ നോ നോ, ഓൺലി വൺ. ഗോവാലെ വൺ. ഓക്കെ, പുറകെ ഇരിക്കുന്നവർക്ക് വേണ്ടെന്ന്. വേണ്ട 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 വേണ്ട. നല്ല നാട്. പണിയാവോ? പുള്ളി പറഞ്ഞോട്ടൊന്നും വേണം. ആണോ? 1 ലിറ്റർ പെട്രോൾ ഉണ്ട്. ഉണ്ട്. ഓക്കെ ഓക്കെ ഉണ്ട്. ഇത് കുളിക്ക് നോക്കുന്നുണ്ട്. ഓക്കെ, ബാക്കി ഞങ്ങൾ അടിച്ചോളാം. ഓക്കെ. മൊത്തം തരുമ്പോ സെപ്റ്റിക്കാവുക. ഇതോടൊന്ന് ഓടിച്ചു നോക്കിയാലും. ഇവിടെ വന്നിട്ട് വണ്ടി എടുക്കുന്നില്ല. ഈ വണ്ടിയുടെ ഒരു വീഡിയോ എടുത്തേക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും. ഈ കംപ്ലൈൻ്റ് ഉള്ള ഭാഗങ്ങളുടെയൊക്കെ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ മണ്ടയ്ക്കാക്കരുതല്ലോ. അതിനെല്ലാം എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇവിടെ വന്ന് വണ്ടി എടുക്കുന്നവരൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ വണ്ടി എടുക്കുമ്പം നമ്മളിവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കണം. ചില എഴുതി കൊടുക്കണം. 3500 ഫുള്ള് ലൈറ്റ് ലാസ്റ്റ് ഡേ. നമ്മളിവിടെ പേരും ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ട് അഭിയായി വോട്ടർ ID കൊടുത്തിട്ട് ഇല്ലാതെ അങ്ങനെ കോൾ പണ്ണ 3500 രൂപ 7 ദിവസത്തേക്ക്. ഡെയിലി 500 രൂപ വെച്ചിട്ട് നമ്മൾ വണ്ടി തിരിച്ച് ഇവർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് വോട്ടർ ID തിരിച്ച് തരുന്നത്. അവർക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവർ വയ്ക്കുന്നത്. ആടില്ല ചോദിച്ചു നോക്കാം. ഇതിനകത്ത് വല്ല പേപ്പറോ കൊണ്ടുപോലും വീട്ടിൽ വെക്കണം. ഇവര് പറഞ്ഞത് പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് ഹെൽമെറ്റ് വേണ്ടെന്നാ പറയുന്നത്. ഗോവയിൽ ഹെൽമെറ്റിനകത്താണ് ഫുള്ള് നാറ്റമാണ്. വണ്ടിക്ക് പെട്രോൾ അടിക്കാണ്. ഇവിടെ പെട്രോളിന് റേറ്റ് എങ്ങനെയാണ്? ഇവിടെ പെട്രോളിന് 96 രൂപ 37 പൈസ. അപ്പാർട്ട്മെൻറ്റിൽ കിച്ചൺ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വരുന്നു. കിച്ചൺ ഉള്ളതുകൊണ്ട് നമ്മളെന്തെങ്കിലും കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ നൂഡിൽസൊക്കെ തപ്പി വന്നതാണ്. കിട്ടിയോ? എന്തി? അതെ, ഒത്തിരി മേടിക്കണ്ട. ഇത് നമുക്ക് ഒരു ദിവസമൊക്കെ ഉള്ളൂ. ഇത് നോക്കാം, വെച്ച് നോക്കാം. നമുക്ക് വാങ്ങിക്കാം. വാങ്ങിക്കാലോ. പിന്നെ നിങ്ങളെ വീട്ടിൽ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. അവിടെ വെള്ളമില്ല, അതുകൊണ്ട് വെള്ളവും മേടിച്ചു. ഈ വണ്ടി ഒന്ന് കഴുകാൻ എങ്ങനെയും മറിച്ചിട്ടാൽ മതി. അത്രയുള്ള സാധനം മൊത്തം തരുമ്പാ എൻ്റെ പിന്നെ. അപ്പോൾ ഇതിന് വീട്ടിൽ പോയി കുക്ക് ചെയ്ത് ഇന്നത്തേക്ക് ഉണ്ടാക്കാനാ ഇന്നുണ്ടാക്കാം മാഗി. അപ്പം അതിനുള്ള സിസ്റ്റം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പാർട്ട്മെൻറ്റ് വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ പാർക്കിങ്ങിൻ്റെ സ്ഥലം CP9 ഇവിടെ വേണം. ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവർ വണ്ടി വയ്ക്കാൻ. വണ്ടി എന്തൊരു വണ്ടിയാണ്. ശരി, പോത്തിനെ കടലിൽ ഇറക്കി കുളിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ. എല്ലാവരുടെയും പ്രിന്റ് സെയിമാണ്. ഒരു വണ്ടി വന്നാന്ന് തോന്നുന്നു എല്ലാവരുടെ. കൂട്ടം തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി ഒരേ ഉടുപ്പ് മേടിച്ചു കൊടുത്തേക്കും. ഉള്ള കൊച്ചു പിള്ളേർക്ക് വരെ ഇത് തന്നെ.
ഇതിനകത്ത് ഞണ്ട് ഒളിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നത് കേട്ടുണ്ട്. ഞണ്ടിനെ തുറന്നെടുക്കുന്നു, ഞണ്ടിനെ തുറന്നെടുക്കുന്നു. ഇത് കാണുമോ? എന്നിട്ടാണോ ഉള്ളവിടെ കടിച്ചോണ്ട് ഉള്ളതായിരിക്കും കേട്ടോ. ആ കാണുന്നില്ല, ടോർച്ച് അടിച്ച് നോക്കാൻ. ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ് ഇത്. ബീച്ചിലേക്കുണ്ട്. ഇത് എവിടെ നിന്നാണ് ബീച്ചിലേക്കുള്ളത്? മടുകാവിൽ നിന്ന്. എന്നും ട്രിപ്പുണ്ട്, എപ്പോഴും ഉണ്ട്, എന്നും അല്ല എപ്പോഴും ഉണ്ട്. കോൾവ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ മൊത്തം ഷോപ്പിംഗ് ഏരിയ. മെയിനായിട്ട് ഇവിടെ എല്ലാം സ്വിമ്മിങ് ടൈപ്പ് ഡ്രസ്സാണ് അല്ലേ മെയിനായിട്ട് ഇവിടെ വെച്ചേക്കുന്നത്. ടാറ്റു വൻ ചിലവാണ് ഇവിടെ. ടാറ്റു ഉണ്ട്. എന്തോ ഇത് ഡ്രസ്സ്. അവിടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ അവിടെ കയറിയപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചായിരുന്നു. അപ്പം അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഡ്രീം ക്യാച്ചർ ഇതിൻ്റെ ട്രെൻഡ് ഇതൊരു തീർക്കും. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവിടെ ഏത് കട എടുത്താലും ആ കടയിൽ വൈൻ കാണും. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. ഇന്ന് ഞങ്ങൾ ബീച്ചൊക്കെ പോയിട്ട് ഇപ്പോൾ തിരിച്ച് വന്നു. ഇന്ന് ഞങ്ങൾ ഒത്തിരി കറങ്ങുന്നൊന്നുമില്ല. ഇന്ന് ജസ്റ്റ് അടുത്തുള്ളൊരു ബീച്ചിൽ പോയി ചുമ്മാ ഒന്ന് കണ്ടിട്ട് വന്നു. ഇന്നിനിയും വൈകിട്ട് ഇനി വീട്ടിൽ വന്നിട്ട് കുക്ക് ചെയ്യണം. ഇന്ന് മാഗിയൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ, അതിനി കുക്ക് ചെയ്തിട്ട് നാളെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നത്. കുറച്ച് സ്ഥലമൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ പോകണം. ഇനിയിപ്പോൾ മാഗിയൊക്കെ ഇന്ന് റെഡിയാക്കണം. പോയി മാഗി റെഡിയാക്കണ്ടേ? മാഗി കഴുകിയോ? മൊത്തം പൊടിയായിരുന്നു. ഇനി രാത്രി നമ്മൾ ഇവിടുന്നാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇവിടെ അടുക്കളയിൽ ഇൻഡക്ഷൻ കുക്കറും ഓവനും എല്ലാം സെറ്റപ്പും ഉണ്ട്. അതിന്ന് മാഗിയാണ് ഇന്നത്തെ വിഭവം. വെള്ളം തിളച്ചിട്ട് മസാലയുടെ പൊടിയിട്ട് ധാരാളമോ ഇത്രയും പറ്റിയാൽ പോലെ ഒന്നുകൂടെ പൊട്ടിച്ചിട്ടോളാം. ഞാൻ പറയാം മാഗി തയ്യാർ. ഷെഫ് അഭിജിത്ത് ഭക്തൻ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഗോവൻ യാത്രയുടെ ആദ്യത്തെ വീഡിയോ ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ നാളെ തൊട്ട് ഇനി പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ വേണ്ടി പല പല സ്ഥലത്ത് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതെ, ആരും പോവാത്ത നോർത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിരിക്കുന്നത്. ഇത് നമ്മൾ സൗത്തിൽ അധികം ആരും പോകാത്ത സ്ഥലങ്ങളാണ് കാണാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.